അപ്പോൾ ഇന്നത്തെ നമ്മുടെ സിനിമ കാസ്റ്റവേ 2000-ലാണ് ഈ സിനിമ റിലീസായിരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട മൂവികളിൽ ഒന്നാണ് ഈ കാസ്റ്റവേ എന്ന മൂവി. അതിജീവനത്തിനായി മനുഷ്യനെ ഏതറ്റം വരെയും കൊണ്ടുപോകുമെന്നുള്ള കാര്യം ഈ മൂവി നിങ്ങൾക്ക് കാണിച്ചു തരും. സിനിമയുടെ തുടക്കം ഒരു ജംഗ്ഷനിൽ കൂടെ പാഞ്ഞു പോകുന്ന ഫെഡെക്സ് എന്ന കമ്പനിയുടെ വണ്ടിയെയാണ് കാണിക്കുന്നത്. ഈ കമ്പനിയിലാണ് നമ്മുടെ നായകനായ ചക്ക് ജോലി ചെയ്യുന്നത്. തൻ്റെ സ്റ്റാഫുകളോട് എങ്ങനെ സമയം നഷ്ടപ്പെടുത്താതെ വളരെ എളുപ്പത്തിൽ ജോലികൾ തീർക്കാമെന്നുള്ള കാര്യം പറഞ്ഞ് ഒരു ക്ലോക്ക് കാണിച്ച് മോട്ടിവേഷൻ കൊടുക്കുകയാണ്. ചക്ക് വളരെ ആത്മാർത്ഥമായ ഒരു ഹാർഡ് വർക്ക് ജോലിക്കാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഫെഡെക്സ് എന്ന കമ്പനി വളരെ മെച്ചപ്പെട്ട നിലയിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. നമ്മുടെ നായകൻ ഇപ്പോൾ ഉള്ളത് ഉയർന്ന നിലയിലുള്ള ഒരു പോസ്റ്റിലും കൂടിയാണ്. ഫുൾ ടൈം ജോലിയുടെ തിരക്കൊക്കെ കാരണം നമ്മുടെ നായകൻ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ നായകന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവളെ കല്യാണം കഴിക്കാനാണ് നായകൻ തീരുമാനിച്ചിരിക്കുന്നത്. ജോലിക്കിടയിൽ വെച്ച് തന്നെ തൻ്റെ ഗേൾ ഫ്രണ്ടായ കെല്ലിയെ കാണുകയും ഒരുപാട് നേരം സംസാരിച്ചും സന്തോഷകരമായ സമയങ്ങളും ചിലവഴിക്കുമായിരുന്നു. അങ്ങനെയിരിക്കെ നായകന് ജോലി ആവശ്യത്തിനായി ഒരു നാൾ മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വരികയാണ്. അതുകൊണ്ട് ഒരു ദിവസം രാത്രി ചക്കിന് എല്ലാവരും ചേർന്ന് നല്ല വലിയൊരു പാർട്ടി തന്നെ നൽകുകയാണ്. പാർട്ടി കഴിഞ്ഞതിന് ശേഷം ചക്കും കെല്ലിയും നേരെ എയർപോർട്ടിലേക്കാണ് പോയത്. ഇന്നാണ് ചക്ക് പോകാനിരിക്കുന്നത്. ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് അവളോട് ഒരുപാട് സമയം അവൻ സംസാരിക്കുകയാണ്. കൂടാതെ കെല്ലി അവനിക്കൊരു ഗിഫ്റ്റും കൂടെ കൊടുക്കുന്നു. അത് നോക്കുമ്പോൾ കണ്ടത് അവളുടെ ഒരു ഫോട്ടോ പിടിപ്പിച്ച അതിമനോഹരമായ ഒരു ക്ലോക്കായിരുന്നു. ഞാൻ തിരിച്ചു വന്നതിന് ശേഷം നിന്നെ കെട്ടുമെന്ന് പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് മനസ്സില്ലാ മനസ്സോടെ ചക്ക് എയർപോർട്ടിനകത്തേക്ക് കടക്കുകയാണ്. അത് കേട്ട് കെല്ലിക്ക് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നു. തുടർന്ന് ഫ്ലൈറ്റ് എടുക്കുകയും അകത്ത് വെച്ച് തൻ്റെ ഭാവി വധുവായ പെണ്ണ് നൽകിയ ആ ചെറിയ ക്ലോക്കുമെടുത്ത് അവളുടെ സൗന്ദര്യവും നോക്കി അങ്ങനെ ഇരിക്കുമ്പോൾ ഫ്ലൈറ്റ് പെട്ടെന്ന് ശക്തമായി ഉലയുകയാണ്. അതിനു കാരണം അവിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ സൈക്ലോൺ കൊണ്ടാണ്. അകത്ത് 3 പൈലറ്റുമാർ ഉണ്ടായിരുന്നു. മൂവരും പരമാവധി സേഫായി എവിടെയെങ്കിലും എമർജൻസി ആയിട്ട് ലാൻഡ് ചെയ്യാനിരിക്കുമ്പോൾ കഷ്ടകാലത്തിന് സൈക്ലോണിൽപ്പെട്ട് ഫ്ലൈറ്റ് കടലിൽ നിയന്ത്രണം വിട്ട് ഇടിച്ചിറങ്ങുകയാണ്. അകത്ത് വെള്ളം ഇടിച്ചു കയറുകയാണ്. മരണവെപ്രാളത്തിൽ നമ്മുടെ നായകനും. ഫ്ലൈറ്റ് ഒരുപാട് താഴേക്ക് ചെല്ലുന്നു. പെട്ടെന്ന് ലൈഫ് ജാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ ഫോഴ്സിൽ നായകൻ മുകളിലെത്തുകയാണ്. കൂടാതെ നായകന് ഫ്ലൈറ്റിൽ നിന്നും വീണ ഒരു എയർബോട്ട് കിട്ടുകയും അതിൽ തൽക്കാലം കയറി കുറച്ച് സമയം ശ്വാസമെടുത്ത് കിടക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ അവിടെ കനത്ത മഴയും കാറ്റും വലിയ തിരമാലകളും വന്നടിക്കുകയാണ്. അതിനെയൊക്കെ തരണം ചെയ്ത് കഷ്ടിച്ച അന്നത്തെ ആ നശിച്ച രാത്രി നായകൻ അവിടെ ചിലവഴിക്കുകയാണ്. ഒപ്പം ക്ഷീണത്തോടെ ഉറങ്ങിപ്പോവുകയും ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ കണ്ണ് തുറക്കുമ്പോൾ എയർബോട്ടുമായി താൻ കരയ്ക്ക് വന്ന് കിടക്കുകയാണ്. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ചാടിപ്പിടഞ്ഞ് അവിടെ ആകെ മുഴുവനും നോക്കിയെങ്കിലും അവിടെ ഒരു മനുഷ്യരെ പോലും അവൻ കണ്ടില്ല. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാറയുടെ മുകളിൽ കയറി നോക്കിയപ്പോഴാണ് നായകൻ ഞെട്ടലോടെ ആ സത്യം മനസ്സിലാക്കുന്നത്. ഇത് മനുഷ്യവാസമില്ലാത്ത ഒരു ജീവജാലവുമില്ലാത്ത ഒരു ദ്വീപാണെന്ന സത്യം. അതിനുശേഷം തകർന്ന ഫ്ലൈറ്റിൽ നിന്നും ഒഴുകിയെത്തിയ ഫെഡെക്സ് കമ്പനിയുടെ പെട്ടികളെല്ലാം അവൻ ശേഖരിക്കുകയാണ്. എന്നിട്ട് തൻ്റെ ജീവൻ രക്ഷിച്ച എയർബോട്ട് എടുത്ത് ഒരു ടെൻറ്റ് പോലെ ഉണ്ടാക്കി വളരെ നിരാശയോടെ അന്നത്തെ ദിവസം അവിടെ കഴിച്ചുകൂട്ടുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെയാകുമ്പോൾ വലിയ മരക്കൊമ്പ് കൊണ്ട് അവിടെ ഹെൽപ്പ് എന്നെഴുതി വയ്ക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ ദ്വീപിൽ നിന്ന് രക്ഷപ്പെടണം എന്ന ഒരൊറ്റ ചിന്തയായിരുന്നു നായകന്. എങ്ങാനും മുകളിൽ കൂടെ ഫ്ലൈറ്റ് കടന്നു പോവുകയാണെങ്കിൽ ഇത് കണ്ട് തന്നെ രക്ഷിക്കുമെന്ന പ്രതീക്ഷ നായകന് വളരെയേറെ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ആരെങ്കിലും തന്നെ രക്ഷിക്കാൻ വരുമെന്നുള്ള ധാരണയും. പെട്ടെന്ന് അവിടെ വലിയൊരു ശബ്ദം കേൾക്കുകയാണ്. പേടിയോടെ നായകൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ കണ്ടത് അവിടെ വീണത് ഒരു തേങ്ങയായിരുന്നു. നല്ല വിശപ്പുമുണ്ട്. അത് കണ്ടതോടെ വേറെയും തേങ്ങകൾ എടുത്തതിന് ശേഷം മൂർച്ചയുള്ള ഒരു കല്ലെടുത്ത് തേങ്ങ പൊട്ടിച്ച് കൊതിയോടെ അതിൻ്റെ വെള്ളം കുടിക്കുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. നായകൻ ഈ ദ്വീപിൻ്റെ വഴികളെല്ലാം കണ്ട് ചുറ്റുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ മലയുടെ മുകളിൽ കയറി ആ പ്രദേശം മുഴുവനുമായി നോക്കുമ്പോൾ കരയിലേക്ക് തിരമാലകൾ എന്തിനെയോ ഒന്ന് കൊണ്ടുവന്ന് അടിക്കുകയാണ്. എന്നാൽ ഒരൊറ്റ നോട്ടത്തിൽ തന്നെ അതൊരു മനുഷ്യനാണെന്ന് നായകന് മനസ്സിലായി. മറ്റൊരു ജീവനെ കണ്ടതോടെ വളരെയേറെ സന്തോഷത്തോടെ അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോൾ അത് നായകൻ്റെ മനസ്സിനെ തന്നെ നടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. തന്നോടൊപ്പം ഉണ്ടായിരുന്ന പൈലറ്റിൻ്റെ ഡെഡ് ബോഡിയായിരുന്നു ആ കണ്ടത്. ഒരു നിമിഷം നായകൻ അബോധാവസ്ഥയിലായി നിലവിളിക്കുന്നു. ശേഷം ഡെഡ് ബോഡിയെയും എടുത്ത് കരയിൽ വന്നിട്ട്
അതിലുണ്ടായിരുന്ന തനിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. ഒരു ടോർച്ചും പിന്നെ പൈലറ്റിൻ്റെ ഷൂസും. തുടർന്ന് പൈലറ്റിൻ്റെ പേഴ്സിലുണ്ടായിരുന്ന ഐഡി എടുത്ത് വർഷം നോക്കിയിട്ട് ആ ബോഡിയെ അടക്കുകയും തൊട്ടടുത്ത പാറയിൽ ജനിച്ച വർഷവും മരണവർഷവും നായകൻ എഴുതി വയ്ക്കുകയാണ്. അങ്ങനെ അന്നത്തെ ദിവസം വളരെ നിരാശയോടെ രാത്രി കടലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൂരെയായിട്ട് ഒരു വെളിച്ചം നായകൻ കാണുകയാണ്. അത് കണ്ടതോടെ അതൊരു ബോട്ടിൻ്റെ വെളിച്ചമാണെന്ന് മനസ്സിലാവുകയും വളരെ സന്തോഷത്തോടെ കയ്യിലുണ്ടായിരുന്ന ടോർച്ചടിച്ച് അവരെ കാണിക്കാൻ ശ്രമിക്കുകയാണ്. ചിലപ്പോൾ അതൊരു ബോട്ടായിരിക്കുമെന്ന് നായകൻ്റെ തോന്നലായിരിക്കാം, അല്ലെങ്കിൽ അത് ഒറിജിനലായിട്ട് ഒരു ബോട്ടായിരിക്കാം. എന്ത് തന്നെയായാലും എന്തൊക്കെ കാണിച്ചിട്ടും ആ വെളിച്ചമുള്ള ഭാഗത്ത് നിന്നും ആരും തന്നെ നായകനെ കാണാനിടയായില്ല. അങ്ങനെ ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുകയും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കണമെന്ന് മനസ്സിൽ തീരുമാനവും എടുക്കുകയാണ്. അതിനായി രാവിലെ കയ്യിലുണ്ടായിരുന്ന എയർബോട്ടും എടുത്ത് 6:60 നായകൻ തുഴഞ്ഞു പോവുകയാണ്. പക്ഷേ കഷ്ടകാലത്തിന് വലിയ തിരമാലകൾ കാരണം ഉൾക്കടലിലെത്താൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, ബോട്ട് മറിഞ്ഞ് താഴെ ഉണ്ടായിരുന്ന പാറയിൽ കാലുകൊണ്ട് വലിയ പരിക്ക് പറ്റുകയാണ്. ശേഷം ഒരുവിധം നീന്തി നായകൻ കരയ്ക്ക് കയറുന്നു. തനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്നുള്ള പ്രതീക്ഷ കൈവിട്ടു പോവുകയാണ്. കാലാണെങ്കിൽ പരിക്ക് പറ്റി ഒരുപാട് രക്തവും പോകുന്നു. ഇനി ആരെങ്കിലും ഇവിടെ വരുന്നത് വരെ ഈ ദ്വീപിൽ തന്നെ കഴിഞ്ഞുകൂടാമെന്ന് കരുതി നായകൻ ദ്വീപിനകത്തേക്ക് പോവുകയാണ്. ശേഷം തനിക്ക് നേരത്തെ കിട്ടിയ ഫെഡെക്സ് ബോക്സുകൾ ഓരോന്നായി ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഒന്നിൽ നോക്കുമ്പോൾ ലേഡീസിൻ്റെ ഒരു പുത്തൻ ഡ്രസ്സ് കിട്ടുകയാണ്. മറ്റൊന്നിൽ ഒരുപാട് ക്യാരി ബാഗ്സ് കിട്ടുന്നു. അടുത്തതിൽ ഒരു കിടിലം വോളിബോളും കിട്ടുന്നു. ക്യാരി ബാഗ് കൊണ്ട് തൻ്റെ പരിക്ക് പറ്റിയ കാലിൽ വെച്ച് റോപ്പ് കൊണ്ട് ചുറ്റി വയ്ക്കുകയാണ്. തുടർന്ന് എങ്ങനെയെങ്കിലും തീ കൂട്ടാമെന്ന് കരുതി ഉണങ്ങിയ കമ്പെടുത്ത് പരസ്പരം ഉരച്ച് മണിക്കൂറുകളോളം പ്രയത്നിക്കുകയാണ്. എന്നാൽ പിന്നീട് സംഭവിച്ചത് തീ കത്തിയത് മാത്രമല്ല, ഉണങ്ങിയ കമ്പായതിനാൽ അത് ഒടിയുകയും കയ്യിൽ വലിയ രീതിയിൽ പരുക്ക് പറ്റി ഒരുപാട് രക്തം പോവുകയും ചെയ്യുന്നു. തീ കത്തിയതുമില്ല, ഒരുപാട് ചോരയും പോയതിനാൽ കലി കൊണ്ട് അവിടെയുള്ള സാധനങ്ങളെയെല്ലാം നായകൻ തട്ടിമറിക്കുകയാണ്. ഒപ്പം വോളിബോളും എടുത്ത് ദൂരേക്ക് എറിയുന്നു. ശേഷം കലി അടങ്ങുമ്പോൾ കൈയൊക്കെ കഴുകി തുണി കൊണ്ട് കെട്ടിയിട്ട് സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കുന്ന സമയത്ത് താനെടുത്തെറിഞ്ഞ വോളിബോൾ കാണുകയാണ്. അതിൽ നോക്കുമ്പോൾ തൻ്റെ രക്തത്തിൻ്റെ പാടുകൊണ്ട് ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ടായിരിക്കുകയാണ്. പെട്ടെന്ന് രക്തപ്പാടിൽ 2 കണ്ണും വായും വരച്ച് ഒരു മുഖത്തിൻ്റെ ഷേപ്പ് പോലെയാക്കി അതിന് വിൽസൺ എന്ന പേരും നൽകുന്നു. എന്നിട്ട് ഹായ് വിൽസൺ, ഇനി മുതൽ നീയാണെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, ഇനി ഞാൻ എന്നും നിന്നോട് സംസാരിക്കുമെന്ന് വിഷമത്തോടെയും സന്തോഷത്തോടെയും ആ വോളിബോളിനെ നോക്കി പറയുകയാണ്. അതൊക്കെ കഴിഞ്ഞ് നായകൻ വീണ്ടും തീ കത്തിക്കാനുള്ള ശ്രമത്തിലാണ്. അവസാനം മണിക്കൂറുകളോളത്തെ കഷ്ടപ്പാടിൽ തീ പടർന്നു പിടിക്കുകയാണ്. ആ ഒരു നിമിഷം സന്തോഷമടക്കാനാവാതെ വിജയം കണ്ടെത്തിയതിൽ ചക്ക് ചാടി ഉല്ലാസിക്കുകയാണ്. അന്ന് ദിവസം രാത്രി തീയൊക്കെ കൂട്ടി ഒരു വമ്പൻ ആഘോഷം തന്നെ നായകൻ നടത്തുന്നു. കൂടാതെ തനിക്ക് ഒറ്റയ്ക്ക് ഈ ദ്വീപിൽ കഴിഞ്ഞുകൂടാൻ പറ്റുമെന്നുള്ള ഒരു എനർജിയും കൂടെ കിട്ടുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നായകൻ വിൽസൺ എന്ന വോളിബോളിനെ മനുഷ്യനായി കണ്ടിട്ട് അതിനോടൊപ്പം സംസാരിച്ചും പല പല അഭിപ്രായങ്ങളും ചോദിച്ചു കഴിയുന്നു. ഒപ്പം പാറപ്പുറത്ത് തൻ്റെ ഗേൾഫ്രണ്ടിനെ വരച്ചിട്ട്, ഹേയ് വിൽസൺ, ഇതാണ് എൻ്റെ ഗേൾഫ്രണ്ട്, ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. ഒരിക്കൽ ഞാനും നീയും ഈ ദ്വീപിൽ നിന്നും പോവും, അന്ന് ഞാൻ നിനക്കിവിടെ പരിചയപ്പെടുത്തി തരുമെന്നൊക്കെ പറയുകയാണ്. അങ്ങനെ ദിവസങ്ങൾ മാസങ്ങളോളം കടന്നു. എന്തിന്, വർഷങ്ങൾ വരെ കടന്നുപോയി. അതും 4 വർഷം, അതായത് 1465 ദിവസങ്ങളോളം. ഇപ്പോൾ നമുക്ക് നമ്മുടെ നായകനെ കാണാം. താടിയും മുടിയുമൊക്കെ വളർന്ന് പ്രാചീന കാലത്തുള്ള ആദിമ മനുഷ്യരെ പോലെയായി മാറി. പോഷകമായ ആഹാരമൊന്നുമില്ലാതെ മീനും തേങ്ങയും ഞണ്ടുമൊക്കെ കഴിച്ച് 4 വർഷം ഈ ദ്വീപിൽ കഴിച്ചുകൂട്ടിയെന്നത് ഏവരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു അത്ഭുതം തന്നെയാണ്. എന്നിരുന്നാലും ഇവിടുന്ന് എന്നെങ്കിലും ഒരു ദിവസം ഞാൻ നാട്ടിലെത്തുമെന്ന് പ്രതീക്ഷയിലായിരുന്നു നമ്മുടെ പാവം നായകൻ. അങ്ങനെയിരിക്കെ ഒരു ദിവസം തീരത്തിൻ്റെ അടുത്തുള്ള പാറയിൽ എന്തിനെയോ തിരമാലകൾ കൊണ്ടുവന്നടിക്കുകയാണ്. അങ്ങോട്ടേക്ക് പോയ നായകൻ കണ്ടത് അതൊരു മെറ്റൽ ഷീറ്റിനെ ആയിരുന്നു. അതിനെയും എടുത്ത് കരയിൽ വന്നിട്ട് ഒരു നിമിഷം ആലോചിച്ചതിനു ശേഷം നായകൻ ഒരു ബുദ്ധി തോന്നി. ഈ മെറ്റൽ ഷീറ്റിനെ മറ പോലെ വെച്ച് ഒരു ചങ്ങാടമുണ്ടാക്കി ഇവിടെ നിന്നും രക്ഷപ്പെടാൻ. അങ്ങനെ അതിനായി ഒരുപാട് മരത്തടി കഷ്ണങ്ങൾ ശേഖരിച്ച് ചെറിയൊരു ചങ്ങാടം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ മെറ്റൽ ഷീറ്റിനെ എടുത്ത് ഒരു മറയാക്കി വെച്ചു. ശേഷം തൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ വിൽസനോട്, ഹേ വിൽസൺ, അവസാനം നമ്മൾ ഇവിടെ നിന്നും പോവാൻ തുടങ്ങുന്നു എന്നൊക്കെ പറയുകയാണ്. ഒപ്പം വരും ദിവസത്തേക്ക് ആവശ്യമായ ആഹാരത്തിനായി കുറച്ച് തേങ്ങകളൊക്കെ എടുത്ത് ശേഖരിച്ചു വയ്ക്കുന്നു. അതിനുശേഷം വിൽസനെയും കൊണ്ട് ചങ്ങാടത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിനെ വെല്ലുവിളിച്ച് തുഴഞ്ഞു പോകുന്നു.
പക്ഷേ പോകുന്ന സമയത്ത് ഐലൻഡിൽ തിരിഞ്ഞു നോക്കി നായകൻ്റെ കണ്ണൊക്കെ നിറയുകയാണ്. ഇത്രയും വർഷം ജീവിച്ച തൻ്റെ സ്വന്തം വീട് പോലെയായിരുന്നു ഇവിടെയും. ഭാഗ്യത്തിന് ഇത്തവണ കടൽ തീരത്ത് വലിയ തിരമാലകളില്ലാത്തതിനാൽ നായകൻ ഉൾക്കടലിലെത്തുകയാണ്. അങ്ങനെ ഉൾക്കടലിലെ യാത്രയിൽ ഒരു ദിവസം രാത്രി കനത്ത മഴയും ശക്തമായ കാറ്റും വലിയ തിരമാലകളും ഉണ്ടാവുകയാണ്. ആ തിരമാലകളിൽ ചങ്ങാടം ആടി ഉലയുന്നു. ഒപ്പം മെറ്റൽ ഷീറ്റും പറന്നു പോകുന്നു. പല രീതിയിലും ചങ്ങാടത്തിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നായകന് അതിന് സാധിച്ചില്ല. തുടർന്ന് ക്ഷീണം കൊണ്ട് നായകൻ ഉറങ്ങിപ്പോവുകയാണ്. സമയം ഇപ്പോൾ രാവിലെ ആകുന്നു. തിരമാലകളെല്ലാം ശാന്തമായിരിക്കുന്നു. 3/4 ഭാഗത്തോളം ചങ്ങാടം പൊളിഞ്ഞിട്ടുണ്ട്. സൂര്യൻ്റെ വെട്ടമടിച്ച് നായകൻ ഉറക്കം എഴുന്നേൽക്കുകയാണ്. കണ്ണു തുറന്ന നായകൻ ഒരു നിമിഷം സ്തംഭിച്ചു പോകുന്നു. അതിനു കാരണം വിൽസൺ തന്നെയാണ്. തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായ വിൽസനെ കാണാനില്ല. നമുക്ക് അതൊരു വെറും വോളിബോൾ മാത്രമായിരിക്കും. പക്ഷേ നമ്മുടെ നായകനെ സംബന്ധിച്ച് നായകന് അതൊരു മനുഷ്യജന്മം തന്നെയാണ്. 4 വർഷത്തോളം തൻ്റെ സങ്കടങ്ങളും അവിടെ അതിജീവിച്ചപ്പോൾ സംസാരിച്ചതെല്ലാം ഈ വിൽസൺ എന്ന വോളിബോളിനോടായിരുന്നു. അങ്ങനെ പ്രാന്ത് പിടിച്ച് നോക്കുന്ന സമയത്ത് വിൽസൺ കുറച്ച് ദൂരെയായിട്ട് കിടക്കുന്നത് നായകൻ കാണുകയാണ്. വിൽസൺ വളരെ ശാന്തമായി ഒഴുകി പോവുകയാണ്. ഇത് കണ്ടപാടെ ചങ്ങാടത്തിൽ ഘടിപ്പിച്ച ഒരു റോപ്പിൻ്റെ അറ്റം പിടിച്ച് വെള്ളത്തിലോട്ട് ചാടി വിൽസൻ്റെ അടുക്കൽ പോകുമ്പോൾ വിൽസൻ്റെ അടുത്തുവരെ എത്താനുള്ള നീളം ആ റോപ്പിനുണ്ടായിരുന്നില്ല. അങ്ങനെ നായകന് വിൽസനെ രക്ഷിക്കാൻ പറ്റാതെ വരികയാണ്. സോറി വിൽസൺ, എനിക്ക് നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. ഞാൻ കാരണമാണ് നിനക്കിങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ് നായകൻ കരയുകയാണ്. വെറുമൊരു വോളിബോളാണെന്ന് അറിയാമെങ്കിലും ഇത്രയും വർഷം അവിടെ അതിജീവിച്ചതിന് കാരണം ഈ വിൽസൺ ഉള്ളത് കൊണ്ടാണ്. അവസാനം തിരിച്ച് ചങ്ങാടത്തിലേക്ക് കയറി തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വിൽസനെ ഓർത്ത് നായകൻ പൊട്ടിക്കരയുകയാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ക്ഷീണത്തോടെ നായകൻ കിടന്നുറങ്ങുമ്പോൾ സൈഡിൽ കൂടെ ഒരു വലിയ ശബ്ദം കേൾക്കുകയാണ്. തിരിഞ്ഞു നോക്കിയ നായകന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അതൊരു വലിയ ഷിപ്പായിരുന്നു. എണീക്കാൻ പോലും ശേഷിയില്ലാതെ അവിടെ കിടന്ന് കൈ കാണിച്ചത് ഷിപ്പിലുള്ളവർ കാണുകയും അവർ നായകനെ രക്ഷിച്ച് ഷിപ്പിനകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ശേഷം താടിയും മുടിയുമൊക്കെ വെട്ടി പുതിയ ഡ്രസ്സിട്ട് പഴയ ചക്കായി മാറിയിരിക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് നായകൻ്റെ ഗേൾഫ്രണ്ട് കെല്ലിയെയാണ്. അവൾക്ക് അപ്രതീക്ഷിതമായി ഒരു കോൾ വരുന്നു. അറ്റൻഡ് ചെയ്ത് അതിലെ സംസാരം കേട്ട് കെല്ലി ബോധം കെട്ട് വീഴുകയാണ്. തൊട്ടടുത്ത് കെല്ലി കല്യാണം കഴിച്ച ഹസ്ബൻഡും അവരുടെ കുട്ടിയും ഇരിപ്പുണ്ട്. 4 വർഷം കൊണ്ട് കാണാതായ ചക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്ന വാർത്ത കെല്ലി അറിയുകയാണ്. അങ്ങനെ 4 വീക്ക് വിശ്രമിച്ചു കഴിഞ്ഞതിന് ശേഷം നായകൻ തൻ്റെ സ്വന്തം നാട്ടിൽ തിരിച്ചു പോവുകയാണ്. അവിടെ അവനെ കാത്ത് തൻ്റെ എംപ്ലോയീസും നാട്ടുകാരും നിൽപ്പുണ്ട്. മരിച്ചു പോയെന്ന് വിശ്വസിച്ചിരുന്ന ആൾ തിരിച്ചു വന്നിരിക്കുന്നു. അതിനെക്കുറിച്ച് അറിയാൻ അവർക്കെല്ലാം വളരെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യാതെ നായകൻ ആദ്യം പോയത് കെല്ലിയെ കാണാനായിരുന്നു. പക്ഷേ നമ്മുടെ പാവം നായകൻ അറിയുന്നില്ല കെല്ലി വേറെ വിവാഹം കഴിച്ച കാര്യം. അപ്പോഴേക്കും അവിടെ ഒരാൾ കടന്നു വരികയാണ്. അദ്ദേഹം വന്നിട്ട് ചക്കിനോട്, ഓ നിങ്ങളാണല്ലേ ചക്ക്, നിങ്ങൾ 4 വർഷത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുന്ന കാര്യം ഞങ്ങളെല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ശേഷം ചക്ക് അദ്ദേഹത്തിനോട് നിങ്ങളാരാണെന്ന് ചോദിക്കുമ്പോൾ, സോറി എന്നെ പരിചയപ്പെടുത്താൻ ഞാൻ മറന്നുവെന്ന് പറഞ്ഞിട്ട് ഞാൻ കെല്ലിയുടെ ഭർത്താവാണെന്ന് പറയുന്നു. അത് കേട്ടതും ഒരു നിമിഷം ചക്ക് സ്തംഭിച്ച് നിന്നു പോകുന്നു. കെല്ലിക്ക് വേണ്ടിയാണ് താൻ 4 വർഷം അവിടെ അതിജീവിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടം വരെ എത്തിയത്. ഇപ്പോൾ അവൾ മറ്റൊരാളുടെ ഭാര്യയാണെന്ന് അറിഞ്ഞത് ചക്കിന് വലിയ ഒരു ഷോക്ക് തന്നെയായിരിക്കുന്നു. അതിനുശേഷം അയാൾ പുറത്തേക്ക് പോവുകയും ജനലിൽ കൂടെ ചക്ക് പുറത്തു നോക്കുമ്പോൾ തൻ്റെ ഗേൾഫ്രണ്ട് അവളുടെ ഭർത്താവിനോടൊപ്പം നിൽക്കുന്നത് കാണുകയാണ്. എനിക്ക് ചക്കിനെ കാണണമെന്ന് കെല്ലി പറഞ്ഞെങ്കിലും അതിന് അദ്ദേഹം സമ്മതിക്കാതെ അത് നിനക്ക് കൂടുതൽ വിഷമമാകുമെന്ന് പറഞ്ഞ് അവിടെയും കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതെല്ലാം സങ്കടത്തോടെ ജനലിൽ കൂടെ ചക്ക് കാണുകയാണ്. തനിക്ക് നഷ്ടമായത് വെറും 4 വർഷം മാത്രമല്ല, താൻ കെട്ടാനിരുന്ന തൻ്റെ ജീവനോളം സ്നേഹിച്ചിരുന്ന പെണ്ണിനെയും കൂടെയാണ്. അങ്ങനെ വേറൊരു ദിവസം തൻ്റെ ജോലിസ്ഥലത്തെ സ്റ്റാഫുകളെല്ലാം ചേർന്ന് ചക്കിന് വലിയൊരു പാർട്ടി നൽകുകയാണ്. അതിൽ ഹെവി കോസ്റ്റ്ലിയായ ആഹാര സാധനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വലിയ കൊഞ്ചും ഭീമൻ ഞണ്ടും അങ്ങനെയൊക്കെ. അതിൽ ഞണ്ടിൻ്റെ ഒരു കാലെടുത്തിട്ട് ഒരു തവണ നോക്കിയിട്ട് തിരിച്ചവിടെ വയ്ക്കുകയാണ്. കാരണം 4 വർഷത്തോളം ഐലൻഡിൽ കഴിച്ചതും ഇതുപോലത്തെ ഞണ്ടിനെയൊക്കെയാണ്. അങ്ങനെ കുറച്ചു നാളത്തേക്ക് വിശ്രമിക്കാൻ വേണ്ടി ഒരു യാത്ര പോകാൻ ചക്ക് തീരുമാനിക്കുകയാണ്. അതിനായി നമ്മൾ തുടക്കത്തിൽ കണ്ട അതേ ജംഗ്ഷനിൽ അവൻ വന്നിട്ട് പുതിയൊരു യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നു. ഇതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്.